കഴിഞ്ഞ ആഴ്ച ഞാൻ എടുത്തു വെച്ചൊരു വ്ളോഗാണ് ഇത്. അതായത് ജൂൺ 18 ഞാൻ കോളേജിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വന്നത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് എടുത്തു വെച്ച വ്ളോഗാണ്. ഇതുവരെ ഇടാനൊത്തില്ല, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തത്. അപ്പോൾ രാവിലെ തന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഫ്രിസി ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സെറമൊക്കെ ഇട്ടൊന്ന് ചീകി ഒതുക്കാൻ വേണ്ടി മുറ്റത്തോട്ട് ഇറങ്ങിയിരുന്നതാണ്. എന്തിനാണ് കോളേജിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 മാസമായി. അപ്പോൾ ഞങ്ങളുടെ റിസൾട്ടൊക്കെ വരാനായിട്ട് തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റൊക്കെ വന്നു. അത് വെച്ചിട്ട് വേണം നമുക്ക് കേരള രജിസ്ട്രേഷൻ ചെയ്യാൻ. എന്നാലേ നമുക്ക് രജിസ്റ്റേർഡ് നഴ്സ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കിട്ടി എവിടെയെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കോളേജിൽ പോകാൻ വേണ്ടി ഞാൻ റെഡിയായി. അങ്ങനെ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു ടോപ്പും പിന്നെ ഒരു ലൂസായിട്ടുള്ള ജീൻസും ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനൊരു കമ്മലൊക്കെ ഇട്ട്, നമ്മൾ കോളേജിൽ എപ്പോഴും യൂണിഫോം ഇട്ടല്ലേ പോകുന്നത്. ഇങ്ങനത്തെ കോസ്റ്റ്യൂംസൊക്കെ ഭയങ്കര റെയർ ആയിരിക്കും. അതുപോലെ നേഴ്സുമാരെന്നും സ്റ്റഡ് കമ്മലായിരിക്കും യൂസ് ചെയ്യാറ്. ഇങ്ങനെ ഞാത്തിയുള്ള കമ്മലൊക്കെ വളരെ വിരളമായിട്ട് ഇങ്ങനെയോ വല്ല കോളേജ് പ്രോഗ്രാം ഉള്ളപ്പോഴേ പറ്റത്തുള്ളൂ. അങ്ങനെ സിമ്പിളായിട്ട് റെഡി ആയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നേ. ഇന്ന് ഉപ്പുമാവും പപ്പടമായിരുന്നു. എനിക്ക് ഉപ്പുമാവിൻ്റെ കൂടെ ഒന്നെങ്കിൽ പഴം വേണം, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ അത് കഴിക്കാൻ ഇച്ചിരി എനിക്ക് വൈക്ലപ്പിയും ഉണ്ട്, അതിൻ്റെ മുഖത്ത് കാണാനും ഉണ്ട്. ഹോസ്റ്റലായിരുന്നപ്പോൾ ഇതിൻ്റെ കൂടെ കടലക്കറിയൊക്കെ തരുമായിരുന്നു. എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. അങ്ങനെ അമ്മ എന്നെ ബസ് സ്റ്റോപ്പിലോട്ട് കൊണ്ടാക്കി 2 വീലറിൽ കയറി ഞാൻ പോകുന്നുണ്ട്. അങ്ങനെ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഉദ്ദേശം തന്നെ പ്രിയദർശിനി ബസ്സിൽ പോകണമെന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അങ്ങനെ തന്നെ കയറിയിട്ടുണ്ട്. ഇത് നമ്മുടെ കൈപ്പറ്റൂർ കഴിയുമ്പോൾ ഉള്ള ഒരു റിവറാണ്. എനിക്കിതിൻ്റെ പേരറിയില്ല, പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാൻ പഠിക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പത്തനംതിട്ട SME കോളേജിലാണ് നേഴ്സിംഗ് പഠിച്ചത്. ഇപ്പോൾ പഠിച്ചിറങ്ങി നിൽക്കുവാണ്. പത്തനംതിട്ട ആ ഒരു ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഇപ്പം നല്ലതായിട്ട് മാറിയിട്ടുണ്ട്. ഇതെൻ്റെ ഫ്രണ്ടാണ് സോന. അപ്പോൾ നോക്കിക്കേ, ഞാൻ വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തോ ബൈപ്പാസോ അങ്ങനെ എന്തോ പണികളൊക്കെ ആയിട്ട് ആ ഒരു സ്ഥലം നല്ലതായിട്ട് മാറിയിട്ടുണ്ട്. ഈ കാണുന്ന വഴി ഞങ്ങളുടെ കോളേജിലോട്ടുള്ള വഴിയാണ്. ഇവിടെ ഒരു ആർട്സ് കോളേജും ഉണ്ട്. എത്ര വെട്ടമാണ് ഈ വഴി കൂടെ നടന്നിട്ടുള്ളത്. ക്ഷീണിച്ചും എടുത്തും ഒട്ടും താല്പര്യമില്ലാതൊക്കെ കുറേ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നു. അങ്ങനെ കോളേജിൽ വന്ന ഉടനെ തന്നെ നമ്മൾ അകത്ത് കയറിയപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ നമുക്കിന്ന് കുറേ സാധനങ്ങളുടെ കോപ്പിയൊക്കെ എടുത്ത് അതൊക്കെ സബ്മിറ്റ് ചെയ്ത് മാഡംസിനെ കൊണ്ടൊക്കെ സൈൻ മേടിക്കേണ്ട കുറേ പരിപാടികളുണ്ട്. പിന്നെ കുറേ ദിവസം കൂടി ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ എല്ലാവരും കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ കോളേജിൽ തന്നെ പ്രിൻ്ററുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ കോപ്പീസ് എടുക്കുന്നത്. കറണ്ട് പോയ കാരണം ആ കാര്യം മുടങ്ങി. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം ഏകദേശം 1 മണിക്കൂറോളം കറണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ആ സമയം നമ്മൾ ലൈബ്രറിയിലിരുന്ന് എല്ലാവരും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി എന്താ പ്ലാൻ, എന്തുണ്ട് വിശേഷം, അങ്ങനെയൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അവസാനം കറണ്ട് വന്ന് കോപ്പീസൊക്കെ എടുത്ത് ഇനി അതെല്ലാം അറേഞ്ച് ചെയ്ത് പിൻ ചെയ്ത് കോളേജിൽ കൊടുക്കേണ്ട കാര്യമാണ്. ചെയ്യേണ്ടതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ട് ഞങ്ങളൊക്കെ ഇറങ്ങുവാണേ. ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞ വീഡിയോ എടുക്കുന്നുണ്ട്, എല്ലാവരും ഒരു ബൈ തരാൻ. ഇതെല്ലാം എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സാണ്, എൻ്റെ റൂംമേറ്റ്സും അങ്ങനെയൊക്കെ ആയിട്ടുള്ളവരാണ്. പിന്നെ ഞങ്ങളെല്ലാവരും നടന്ന് വീണ്ടും KSRTC സ്റ്റാൻഡിലെത്തിയേ. പിന്നെ തിരിച്ച് ഞാൻ പ്രിയദർശിനിയിലാണ് വന്നത് സോനയുടെ കൂടെ. പ്രിയദർശിനി ഉച്ച സമയത്ത് തിരക്കുണ്ടായിരുന്നില്ല. രാവിലെ ഞാൻ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഈ 0 എന്നുള്ള ബില്ലടിച്ച് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് വിശന്നിട്ട് വയ്യ. പിന്നെ ഞാൻ വയറ് നിറച്ചിരുന്ന് മാക്ക് ചോറ് ഫുള്ള് കഴിച്ചു. വന്ന വഴിക്കൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വന്നപ്പോഴത്തേന് ഏകദേശം 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ടൊരു ചായ ഇട്ട് കുടിച്ചു. ചായ നിർബന്ധം എനിക്ക്. ഹോസ്റ്റലാണെങ്കിൽ പോലും വട്ടച്ചായ ആണെങ്കിലും ഞാൻ കുടിക്കുമായിരുന്നു. കാരണം ചായ കൂടി ഒരു ശീലമാണ് പണ്ട് തൊട്ടേ. അപ്പോഴത്തേക്ക് കൂരിരുട്ടൊക്കെ ആയി, അത്യാവശ്യം മഴ വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് ഞാൻ 10ാം ക്ലാസ് തൊട്ട് യൂസ് ചെയ്യുന്നൊരു ഫയലാണ്. ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ കാണുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഡോക്യുമെൻറ്റ്സ് സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതാകുമ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് ആവാതെ നനയാതെ ചീത്തയാവാതെ കുറേ നാൾ യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ വ്ളോഗ്